എവിടെ ചെന്നാലും ഞങ്ങൾക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ടാവും. അത് ഞങ്ങളുടെ ഒരു വീക്ക്നെസ്സാണ്. കാനഡയിൽ എത്തിയിട്ട് കുറച്ച് നല്ല ഫ്രണ്ട്സ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അതിലുള്ള കുറച്ച് ആളുകളാണ് ഇവിടെ. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പം ഞങ്ങളെ ഡിന്നറിന് വിളിച്ചതാണ്. പക്ഷെ അതൊരു ആഘോഷം തന്നെയായിരുന്നു. കണ്ടില്ലേ, ചായയിൽ സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ ആ കാണുന്നത് കപ്പയും നമ്മുടെ പഫ്സും അതൊക്കെ നമ്മുടെ നാടൻ സാധനങ്ങളാണ്. ഇനിയും കുറേ വിഭവങ്ങളുണ്ട് കേട്ടോ, ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇത് കാണിക്കുന്നത് അവിടെ അവരുടെ വീട്ടിലുണ്ടായ ചെറി ടൊമാറ്റോസാണ്. അതാണ് കാണിച്ചു തരുന്നത്. ഞങ്ങൾക്ക് 1-2 ഉണ്ടായിരുന്നു, പക്ഷേ ഇത് 2 പാക്കറ്റ് നിറച്ചു. അപ്പോൾ എൻ്റെ 2 കുട്ടികൾ മാത്രമേ അവിടെ കുട്ടികളായിട്ടുണ്ടായിരുന്നുള്ളൂ. അത് കാരണം തന്നെ ഗെയിമും ടി വി ആയിട്ടൊക്കെ ഇങ്ങനെ പോവുമായിരുന്നു. പിന്നെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ കൊന്നുകൊണ്ടിരിക്കുകയായിരുന്നു അവരെയും ഞങ്ങളെയും. അപ്പോൾ പഫ്സ് അതൊരു വേറൊരു ഫീലാണ്, എസ്പെഷ്യലി മുട്ട പഫ്സ്. എന്നെക്കാളും ഏട്ടനാണ് കേട്ടോ പഫ്സിൻ്റെ ആൾ. നാട്ടിലെത്തിയാൽ ആദ്യം ഓർഡർ ചെയ്യുന്നത് പഫ്സാണ്. പിന്നെ ഇതാ നമുക്ക് സ്വീറ്റ് പൊട്ടാറ്റോവും പഫ്സും അതിൻ്റെ ചമ്മന്തിയും ഒക്കെ നല്ല രസമായിരുന്നു. അടിപൊളി ചായയും വേറെ തന്നെ ഒരു ഫീലായിരുന്നു. എല്ലാവരും കൂടിയിട്ട് ഭയങ്കര ഒരു ഗെറ്റ് ടുഗെദർ എന്ന് പറയാം, ഒരു ഡിന്നറായിരുന്നു. അടിപൊളി ഡിന്നർ. അതിൻ്റെ കൂടെ കുറേ വിശേഷങ്ങളും അതിൻ്റെ കൂടെ കുറേ ഗെയിംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് ഉണ്ടായിരുന്നത് ഞങ്ങളുടെ ദംഷറാഡ്സ് ആണ്. അതിൻ്റെ കൂടെ കുറച്ച് ആഘോഷങ്ങളും. ദംഷറാഡ്സ് നിങ്ങളെല്ലാവരും കളിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ഞങ്ങൾ എവിടെ പോയാലും ആരെ കൊണ്ടും കളിപ്പിക്കുന്ന ഒരു ഗെയിമാണ് ദംഷറാഡ്സ്. കാരണം ബാക്കി എന്ത് കാർഡ് ഗെയിംസോ ബോർഡ് ഗെയിംസോ എന്താണെങ്കിലും നമ്മൾ കുറച്ചിങ്ങനെ എനർജി കുറച്ച് ലോ ആയിരിക്കും. എനർജി എപ്പോഴും വരണമെങ്കിൽ നമുക്ക് ദംഷറാഡ്സ് തന്നെ. അങ്ങനെ ഞങ്ങൾ ദംഷറാഡ്സ് സ്റ്റാർട്ട് ചെയ്തു. ശരിക്കും ഭയങ്കര ഫണ്ണായിരുന്നു കേട്ടോ. ഞാനും ഏട്ടനും ഒരേ ടീമിലാണെങ്കിൽ ഞങ്ങൾ ആദ്യമായിട്ട് കളിക്കുന്നവർക്ക് ഒരു റാഗിങ് പോലെ കൊടുക്കുന്ന കുറച്ച് പേരുകളുണ്ട് ഞങ്ങളുടെ കയ്യിൽ. അത് കളിക്കുന്ന കാണാൻ ഭയങ്കര രസമാണ്. അത് ഏതാണെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. അത് ഭയങ്കര രസമാണ് അത് ചെയ്യുന്ന കാണാനായിട്ട്. സോ അതിൻ്റെ ഇടയിൽ എപ്പോഴും വിളിക്കുന്ന പോലെ അച്ഛനും അമ്മയും എന്നെ വീഡിയോ കോളിൽ വിളിച്ചിരുന്നു. അപ്പം ഞങ്ങൾ ദംഷറാഡ്സ് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഭയങ്കര ഇഷ്ടമാണ് അവർക്കും. അച്ഛനും അമ്മയ്ക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അത് ചെയ്യാനായിട്ട്. അമ്മയ്ക്കാണെങ്കിൽ അഭിനയിക്കാനും അച്ഛൻ മൂവീസ് എന്നൊക്കെ പറഞ്ഞ് തരും. അത് കാരണം തന്നെ പഴയ പടങ്ങളൊക്കെ ഞങ്ങൾക്ക് അറിയാം. അവരും പാർട്ടിസിപ്പേറ്റ് ചെയ്തു. പക്ഷെ അവർക്കും മനസ്സിലായില്ല അത് ഏതാണ് മൂവി എന്ന്. അവർക്ക് പിടുത്തം കിട്ടിയില്ല. അതിൻ്റെ ഇടയിൽ ഞങ്ങളുടെ പോക്ക് റിബ്സ് റെഡി ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആദർശായിരുന്നു പോക്ക് റിബ്സിൻ്റെ ആളാണ്. അങ്ങനെ ഞങ്ങളുടെ പോക്ക് റിബ്സ് റെഡിയായി. പക്ഷെ റെഡിയായിട്ട് അവിടെ വെച്ചതും കാലിയായതും ഒന്നിച്ചായിരുന്നു. അത്രയ്ക്ക് ടേസ്റ്റായിരുന്നു. പോക്ക് റിബ്സ് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അത് കാരണം തന്നെ പെട്ടെന്ന് കാലിയായി. ഇതാണ് സിനിമയുടെ പേര്. അത് കാണിക്കാനാണ് ഇത്രയും. ഇതാണ് സിനിമയുടെ പേര്. ഓക്കെ, ഒരു മിനിറ്റ് ചിരിച്ച, ഒരു മിനിറ്റ് കഴിഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞ റാഗിങ്ങിൻ്റെ ഒരു ഭാഗമായിട്ടുള്ളൊരു പേരാണ് മൂലധനം. അതെങ്ങനെ കാണിക്കുന്നു എന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെ കാണിക്കുന്നത് കാരണമാണ്, സെൻസർ ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു പാട്ട് ഇട്ടിരിക്കുന്നത്. അത് കാരണമാണ് അത്രയും ഫണ്ണായിരിക്കുന്നതും എല്ലാവരും. അവിടെ ഒരാൾ മൂലക്കുരയിൽ പിടിച്ചിരിക്കുകയാണ്. ആദ്യത്തെ അങ്ങനെ എന്തൊക്കെയോ കാണിച്ച് ഫൈനലി മൂല കിട്ടി. ബാക്കി കിട്ടാൻ 18 പണി നോക്കിയിട്ടും ആർക്കും കിട്ടിയില്ല. അങ്ങനെ ഓരോ ആൾക്കാർക്കും ഞങ്ങളുടെ ഓരോ പേരുകളായിട്ട് അങ്ങ് കൊടുത്തു. എല്ലാവരും ഇക്ഷ ഇണ്ണ ഇറ വരച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ അതുകൊണ്ട് തന്നെയാണ് അത്രയും ഫണ്ണായിരിക്കുന്നത് കേട്ടോ. ഈ വീഡിയോയിൽ തന്നെ കാണാം എല്ലാവരും എത്രമാത്രം ചിരിച്ച് മണ്ണ് കപ്പിയിരിക്കുകയാണെന്ന്. അങ്ങനെ ഞങ്ങളുടെ ദംഷറാഡ്സൊക്കെ കഴിഞ്ഞ് വീണ്ടും ഫുഡ് കഴിക്കാനെത്തി. നമ്മുടെ മെയിൻ കോഴ്സ് ഗീ റൈസും സാലഡും പരിപ്പ് കറിയും ചിക്കൻ കറിയും എല്ലാം അടിപൊളി. വാട്ട് എ ഡേ. ശരിക്കും അടിച്ചു പൊളിച്ചു ഫുഡും ഗെയിംസും ഒക്കെ ആയിട്ട്.